ശ്രീമൻ കാരശ്ശേരി, ചരിത്രമാണ് അന്ത്യയാത്രയ്ക്ക് ഒരുങ്ങുന്നത്. അദ്ദേഹത്തിനോടൊപ്പം ഇല്ലാതാകുന്നത് വലിയൊരു കാലഘട്ടം കൂടിയാണ്. പക്ഷേ ഓർമ്മകൾ ഉണ്ടാകുമെന്നും എന്നത് ഒരു പ്രതിജ്ഞ കൂടിയാണ്. അദ്ദേഹം വിളിച്ചു കൊടുത്ത മുദ്രാവാക്യങ്ങൾ ഏറ്റുപറയുന്ന ഓരോരുത്തരും VS ഞങ്ങളിലൂടെ, ഞങ്ങളുടെ ചോരയിലൂടെ ജീവിക്കും എന്നുള്ളത് തന്നെയാണ് ഉറപ്പാക്കുന്നത്, പുതിയ കാലത്തിന് നൽകുന്ന പ്രതീക്ഷയായി. മാധു, തീർച്ചയായിട്ടും നമ്മുടെ കേരളത്തിലെ രാഷ്ട്രീയ പ്രബുദ്ധതയ്ക്കുള്ള ഒരു ശരിയായ ആവിഷ്കാരം എന്നാണ് ഞാൻ ഈ വിലാപയാത്രയെ കാണുന്നത്. കാരണം പാർട്ടിഭേദമില്ലാതെ, പ്രായഭേദമില്ലാതെ, ലിംഗഭേദമില്ലാതെ, പണത്തിൻ്റെയും പരിവട്ടത്തിൻ്റെയും വ്യത്യാസങ്ങളില്ലാതെ എല്ലാം മറന്ന് ജനങ്ങൾ ഒരു നേതാവിനെ അംഗീകരിക്കും, സ്വീകരിക്കും, സ്നേഹിക്കും, അദ്ദേഹത്തിന് വേണ്ടി നിലവിളിക്കും എന്ന് നമ്മളിപ്പോൾ കാണുകയാണ്. ഇതിന് കുറച്ച് മുമ്പ് ഉമ്മൻചാണ്ടി മരിച്ചപ്പോൾ നമ്മളിങ്ങനെ ഒരു രംഗം കണ്ടു. പക്ഷെ ഇതിൽ ഞാനൊരു വ്യത്യാസം കാണുന്നുണ്ട്. എന്താണെന്ന് വിചാരിച്ചാൽ അവർ തമ്മിൽ രണ്ട് പാർട്ടിക്കാരാണ്, രണ്ട് മുന്നണിക്കാരനാണ്, അതൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യം. വേറൊരു ചെറിയ വ്യത്യാസം ഞാൻ കാണുന്നത്, പാർട്ടിക്കാരോടും അല്ലാത്തവരോടും, പ്രത്യേകിച്ച് തൻ്റെ മണ്ഡലത്തിലുള്ള ആളുകളോട്, പിന്നെ പരിചയമുള്ളവരോട് ആര് വന്നാലും എപ്പോഴും രണ്ട് കൈ നീട്ടി സ്വീകരിക്കുന്ന, ആളുടെ തോളിൽ കൈയിട്ട് വർത്തമാനം പറയുന്ന, അവരുടെ കൂടെ ചായ കുടിക്കുന്ന, അവരുടെ കൂടെ എല്ലാത്തിലും ഇടപെടുന്ന, വളരെ നമ്മൾ സാറിന് പറയുന്നത് ഒരു ജനകീയനാണ് ഉമ്മൻചാണ്ടി. ഈ തരത്തിലുള്ളൊരു ജനകീയനല്ല VS അച്യുതാനന്ദൻ. VS ഒരു ഗൗരവ പ്രകൃതിയാണ്. അദ്ദേഹം അങ്ങനെ എപ്പോഴും ആളുകൾ തോള് കയറ്റി നടക്കുന്ന ഒരാളല്ല. പിന്നെ ഇന്നത്തെ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ എന്താണ്? ഏത് മണ്ഡലത്തിലാണെങ്കിലും, ഏത് MLA ആണെങ്കിലും MP ആണെങ്കിലും, മണ്ഡലത്തിനകത്തെ, പ്രത്യേകിച്ച് മണ്ഡലത്തിനകത്ത് സ്വന്തം പാർട്ടിക്കാരുടെയും മറ്റു പാർട്ടിക്കാരുടെയൊക്കെ കല്യാണം, രോഗം, മരണം എന്നിവയ്ക്ക് ഹാജരാകുന്ന ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട പ്രവർത്തനം അതാണിപ്പോൾ പറയുക. നമ്മളെ മോളെ കല്യാണത്തിന് വന്ന ആളാണ്, അല്ലെ അമ്മ മരിച്ചപ്പോൾ പിറ്റേന്നെങ്കിലും എത്തി എന്നൊക്കെ പറയും. ഈ തരത്തിലുള്ള ഉപചാരങ്ങളൊന്നും ഉള്ള ഒരാളല്ല അച്യുതാനന്ദൻ. അദ്ദേഹത്തോട് ജനങ്ങൾക്കുള്ള സ്നേഹം എന്ന് പറയുന്നത് ഈ തോളിൽ കൈയിട്ടതിൻ്റെയോ വ്യക്തിപരമായി എന്തെങ്കിലും സൗജന്യമോ സൗകര്യമോ ആനുകൂല്യമോ ചെയ്തതിൻ്റെയോ അല്ല. അങ്ങനെ ഉണ്ടാവും, തീർച്ചയായിട്ടും ഉണ്ടാവും. അദ്ദേഹം അനവധി കാലം MLA ആയിരുന്നു. 10-14 കൊല്ലം കാലഘട്ടവും ഒരു വലിയ വ്യത്യാസമാണല്ലോ. VSന്റെ പാർട്ടി അംഗത്വത്തിന് ശേഷമാണ് ഉമ്മൻചാണ്ടി ജനിക്കുന്നത്. സ്വതന്ത്ര ഇന്ത്യയിൽ അവിടെയാണ് അദ്ദേഹം പിച്ച വെച്ചു നടക്കുന്നത്. പക്ഷേ സ്വാതന്ത്ര്യത്തിന് വേണ്ടി കൂടി പോരാടിയ ചരിത്രമുള്ള ആളാണ് VS അച്യുതാനന്ദൻ. കാലഘട്ടങ്ങളും പോരാട്ടങ്ങളും എല്ലാം വ്യത്യസ്തമായിരുന്നല്ലോ ശ്രീമൻ കാരശ്ശേരി. തീർച്ചയായിട്ടും അദ്ദേഹം നമ്മുടെ രാഷ്ട്രീയക്കാരിലെ ഏറ്റവും മുതിർന്ന ആളാണ്. 102ാമത്തെ വയസ്സിൽ അദ്ദേഹം മരിക്കുന്നത്. അപ്പോൾ ദേശീയ പ്രസ്ഥാന കാലത്തും അദ്ദേഹം സമരത്തിലുണ്ട്, കമ്മ്യൂണിസ്റ്റ് മൂവ്മെൻ്റ് കാലത്തും ഉണ്ട്. പ്രത്യേകിച്ച് ജന്മിമാർക്കെതിരായിട്ട്, മുതലാളിമാർക്കെതിരായിട്ട്, കുടിയാന്മാരുടെ കൂടെ, കർഷക തൊഴിലാളികളുടെ കൂടെ, അങ്ങനെ പാവപ്പെട്ടവരുടെ കൂടെയൊക്കെ അദ്ദേഹമുണ്ട്. ഇതിലുള്ളൊരു പ്രശ്നം, അദ്ദേഹത്തിന് കിട്ടുന്ന സ്നേഹം പ്രധാനമായും ഞാൻ മനസ്സിലാക്കുന്നത് അദ്ദേഹത്തിൻ്റെ നിലപാടുകളോട്, അദ്ദേഹത്തിൻ്റെ ആദർശനിഷ്ഠയോട്, അദ്ദേഹത്തിൻ്റെ ഈ തരത്തിലുള്ള വിട്ടുവീഴ്ചയില്ലാത്ത അനീതിക്കെതിരായിട്ടുള്ള പോരാട്ട മനസ്സിനോട് ജനങ്ങൾക്കുള്ള അങ്ങേയറ്റത്തെ ആദരവും സ്നേഹവുമാണ്. വ്യക്തിപരമായി അദ്ദേഹം ഈ അളവിൽ അവരോട് കൈ കൊടുക്കാനും കെട്ടിപ്പിടിക്കാനും ഒന്നും അദ്ദേഹത്തിന് അപ്പോഴും നേരണ്ടായിന്ന് വരില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഈ നിലപാടിൻ്റെ മൂല്യം എന്താണ്, ആദർശനിഷ്ഠ എന്താണ് എന്നറിയുന്നത് കൊണ്ടാണ് ആളുകൾ ഈ അളവിൽ അദ്ദേഹത്തോട് താല്പര്യം കാണിക്കുന്നത്. പിന്നെ ഞാൻ കാണുന്നൊരു പ്രധാനപ്പെട്ട കാര്യം, നമ്മുടെ നേതാക്കന്മാരുടെ കൂട്ടത്തിൽ ഏറ്റവും മുതിർന്ന ആളാണ് എന്ന് ഞാൻ പറയും. മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ഗുരുവായിരുന്നത് P. കൃഷ്ണപിള്ളയാണ്. ഒരു ചെറിയ ആളല്ല അദ്ദേഹം ദേശീയ പ്രസ്ഥാനത്തിലുണ്ട്, നവോത്ഥാന സമരങ്ങളിലുണ്ട്, എല്ലാത്തിലുണ്ട്. ഒരു സഖാവാണ്, അതിന് പറ്റിയൊരാളാണ് എന്ന് അച്യുതാനന്ദനെ കണ്ടെത്തുന്നത് കൃഷ്ണപിള്ളയാണ്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം ഏറ്റവും പ്രധാനം ജനങ്ങളാണ്, അവരുടെ ദുരിതങ്ങളാണ്, അവരുടെ കഷ്ടപ്പാടുകളാണ്, അവരുടെ കൂടെ നിൽക്കുകയാണ് എന്ന് അദ്ദേഹത്തിന് കുട്ടിക്കാലത്തെ അറിയാം. അദ്ദേഹത്തിന് അധികം പഠിക്കാനിടയായിട്ടില്ല,
8ാം ക്ലാസ് വരെ അദ്ദേഹം പഠിച്ചിട്ടുള്ളൂ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നെ അദ്ദേഹത്തിന് അറിഞ്ഞിരുന്ന ഒരു പണി ഒരു തുന്നൽ പണിയാണ്. അങ്ങനെ ആ തരത്തിലുള്ള ഒരു തൊഴിലാളി, പിന്നെ പ്രസിദ്ധമായ പുനഃപ്രവയലാർ സമരത്തിലെ സമരനായകൻ, അതൊക്കെ ഇപ്പോൾ നമ്മൾ ധാരാളം പഴയ കേൾക്കുകയും ചെയ്തു. അവിടുന്ന് വളർന്നു വന്ന് എവിടേക്ക് എത്തിയിട്ടും അദ്ദേഹത്തിന് ഈ താൻ ഒരു തൊഴിലാളി പ്രവർത്തകനാണ്, പാവപ്പെട്ടവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരാളാണ് എന്നുള്ള സ്വന്തം സ്വത്തും അദ്ദേഹം ഒരിക്കലും മറന്നുപോയില്ല. അദ്ദേഹം ഒരിക്കലും സുഖഭോഗങ്ങളിലേക്ക് പോയില്ല. അദ്ദേഹം ഒരിക്കലും അഴിമതിയിലേക്ക് പോയില്ല. അദ്ദേഹം ഒരിക്കലും സ്വജനപക്ഷപാതത്തിലേക്കോ നിർവീര്യതയിലേക്കോ പോയില്ല. എപ്പോഴും ഒരു 5-6 കൊല്ലം മുമ്പ് അനാരോഗ്യം മൂലം രാഷ്ട്രീയത്തിൽ പിൻവാങ്ങുന്നവരെ അദ്ദേഹം അങ്ങനെ നിറന്ന് കത്തുന്ന ഒരു ആളായിരുന്നു VS. അതുണ്ടാക്കുന്ന പ്രചോദനം ചില്ലറയല്ല. പിന്നെ എൻ്റെ കണക്കിന് നമ്മുടെ രാഷ്ട്രീയ നേതാക്കന്മാരുടെ കൂടുതൽ ഏറ്റവും ആധുനികനായ ആൾ VS ആണ്. പ്രായം കൊണ്ട് അദ്ദേഹം വളരെ മുതിർന്ന ആളാണ്, വിദ്യാഭ്യാസം കൊണ്ട് അദ്ദേഹം വളരെ താഴെയാണ്. പക്ഷേ ഇതൊക്കെ ആണെങ്കിലും അദ്ദേഹത്തിനാണ് പുതിയ കാര്യങ്ങൾ മനസ്സിലാവുക. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ, ഇവിടെ പരിസ്ഥിതി എന്നൊരു പ്രശ്നം അതൊരു രാഷ്ട്രീയ പ്രശ്നമാണ് എന്ന് മനസ്സിലാക്കുന്ന ആദ്യത്തെ ആൾ VS ആണ്. അദ്ദേഹത്തിൻ്റെ പാർട്ടിക്ക് പലപ്പോഴും ഇത് മനസ്സിലാവുന്നില്ല, അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള സഖാക്കൾക്ക് മനസ്സിലാവുന്നില്ല. അദ്ദേഹം എപ്പോഴും ഈ പ്രകൃതി ദുരന്തങ്ങൾക്കെതിരായിട്ട്, നമ്മുടെ പരിസ്ഥിതി നശീകരണത്തിനായിട്ട് ഒരു നിലപാടെടുക്കുന്നു. ഒരു ഉദാഹരണം പറഞ്ഞാൽ, പ്ലാച്ചിമടയിലെ വെള്ളത്തിന് വേണ്ടിയുള്ള സമരത്തിന് മുൻനിരയിൽ അദ്ദേഹമുണ്ട്. ഇതുപോലെ എൻഡോസൾഫാനെതിരായിട്ടുള്ള സമരത്തിന് കാസർഗോട്ട് അദ്ദേഹമുണ്ട്. ഇതുപോലെ ഇവിടുത്തെ തൊഴിലാളികളുടെ ഇപ്പോൾ മൂന്നാറിൽ 2015 നിന്നാണ് എൻ്റെ ഓർമ്മ, അവിടെ പെമ്പിളൈ ഒരുമൈ ഒരു സംഘടന രൂപീകരിക്കുന്നു. എങ്ങനെ? ഒരു പാർട്ടിയുടെയും പിന്തുണയില്ലാതെ, ഒരു നേതാവിനെയും തോളിലേറ്റാതെ. പക്ഷെ അവരാകെ അംഗീകരിച്ച നേതാവാരാണ്? അവരങ്ങോട്ട് ചെല്ലാൻ അനുവാദം കൊടുത്തത് VSന് മാത്രമാണ്. അതൊരു നല്ല സൂചനയാണ്. കാരണം VS എന്താണ് എന്നിവിടുത്തെ സാധാരണ അക്ഷരാഭ്യാസം പോലും ഇല്ലാത്ത തൊഴിലാളികൾക്കറിയാം എന്നാണ് കാണിക്കുന്നത്. അപ്പോൾ ഞാൻ ഓർക്കുന്നുണ്ട്, 2013 അഴിമതിക്കെതിരായുള്ള സമരത്തിൻ്റെ പേരിൽ രംഗത്ത് വന്ന് അധികാരത്തിൽ വരുന്നു ആം ആദ്മിയുടെ നേതാവ്. അപ്പോൾ